ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 2ാം ക്ലാസ്സുകാരുടെ ഇൻ്റഗ്രേഷൻ ഡേ 3 ഉദ്ഘാടന 3ാം ദിവസം പരീക്ഷയുടെ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ ഡേ 1 ഡേ 2 ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ വീഡിയോസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് കാണുക കേട്ടോ. നമ്മുടെ ചാനലിൽ കയറിയാൽ കൂട്ടുകാർക്ക് എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ മക്കൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, ആദ്യത്തെ പ്രവർത്തനം നോക്കിക്കേ. ഭയം വേണ്ട, ജാഗ്രത മതി. വീണ്ടും നിപ്പ. നാട്ടിൽ പലതരം രോഗങ്ങൾ. നിപ്പ, കോവിഡ്. ഇനിയും എന്തൊക്കെ? എല്ലാ രോഗങ്ങളും പകരുമോ? രോഗങ്ങളെ പട്ടികപ്പെടുത്തൂ. അപ്പം മക്കൾക്ക് അവിടെ ഒരുപാട് രോഗങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. ആ രോഗങ്ങളെ നിങ്ങളെടുത്ത് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ രോഗങ്ങളാണെന്ന് നോക്കിക്കേ. കോളറ, പ്രമേഹം, ഹൃദയരോഗം, ചെങ്കണ്ണ്, മഞ്ഞപ്പിത്തം, പല്ലുവേദന, മലമ്പനി, ടൈഫോയിഡ്, എലിപ്പനി, തലവേദന. അപ്പം ഇത്രയും രോഗങ്ങളെ മക്കളെടുത്ത് പകരുന്ന രോഗങ്ങളെന്നും പകരാത്തവ എന്നും പറഞ്ഞിട്ട് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, ഏതൊക്കെയാണ് തന്നിട്ടുള്ള രോഗങ്ങളിൽ പകരുന്നവ? കോളറ, ചെങ്കണ്ണ്, മഞ്ഞപ്പിത്തം, മലമ്പനി, ടൈഫോയിഡ്, എലിപ്പനി അല്ലേ? ഇത്രയും പകരുന്ന രോഗങ്ങളാണ്. ഇനി ഇതൊക്കെയാണ് പകരാത്ത രോഗങ്ങൾ. പ്രമേഹം, ഹൃദ്രോഗം, പല്ലുവേദന, തലവേദന. എല്ലാ കൂട്ടുകാർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനം നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ പ്രവർത്തനം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ട് കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അടുത്ത പ്രവർത്തനം നോക്കൂ. ഇനി കൂട്ടുകാർക്ക് ഗണിതത്തിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ടീച്ചർ മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് മലയാളത്തിലുമായിരിക്കും ഗണിതത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ടീച്ചർ ഇവിടെ ആദ്യം ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ പറയാം, അതിനുശേഷം മലയാളത്തിൽ ചോദ്യങ്ങൾ പറയാം കേട്ടോ. നോക്കിക്കേ. ഇൻ ദി ഫ്രൂട്ട് ഷോപ്പ്, ഈറ്റിംഗ് ഫ്രൂട്ട്സ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ദിയ ആൻഡ് റിജോ റീച്ച്ഡ് ദി ഫ്രൂട്ട് ഷോപ്പ്. അതായത് നമുക്കറിയാം അല്ലേ, നമ്മുടെ ആരോഗ്യത്തിന് ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുന്നത് നല്ലതാണ് അല്ലേ. അപ്പം നമ്മുടെ ദിയയും അതുപോലെ തന്നെ റിജോയും കൂടി എവിടെ എത്തി? ഫ്രൂട്ട് ഷോപ്പിലെത്തി അല്ലേ. അപ്പോൾ അവരവിടെ കണ്ടിട്ടുള്ള പ്രൈസ് ലിസ്റ്റാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. അതിൽ ഒരു കോളത്തിൽ ഐറ്റംസും അതുപോലെ തന്നെ തൊട്ടടുത്ത കോളത്തിൽ അവയുടെ പ്രൈസും കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, ആദ്യം എന്താണ് തന്നിട്ടുള്ളത്? ഡ്രാഗൺ ഫ്രൂട്ടാണ് അല്ലേ. അതിന് എത്ര രൂപയാണ് 1 കിലോഗ്രാമിന് വരുന്നത്? 95 റുപ്പീസാണ് അല്ലേ. അതായത് 95 രൂപയാണ് വരുന്നത്. അടുത്തത് ഏതാണ്? ബനാനയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് എത്ര രൂപയാണ് മക്കളെ? 16 റുപ്പീസാണ് അല്ലേ. 60 രൂപയാണ് പഴത്തിന് വരുന്നത്. ആപ്പിൾ നോക്കിക്കേ, 90 രൂപയാണ് അല്ലേ, 90 റുപ്പീസ്. ഓറഞ്ച് 52 റുപ്പീസ്, അതായത് 52 രൂപയാണ്. ഗുവ 35 റുപ്പീസ്. ഗ്രേപ്സ് 64 റുപ്പീസ്. മാംഗോ 48 റുപ്പീസ്. ഇങ്ങനെയാണ് നമുക്കവിടെ പ്രൈസ് ലിസ്റ്റ് തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം നിങ്ങൾക്കുള്ള ചോദ്യം എന്താണെന്ന് നോക്കിക്കേ. ഏത് പഴത്തിനാണ് കൂടുതൽ വില? അപ്പോൾ നമുക്കവിടെ പ്രൈസ് ലിസ്റ്റ് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് മക്കൾ എന്ത് കണ്ടെത്തണം? ഏത് ഫ്രൂട്ടിനാണ് ഏറ്റവും കൂടുതൽ വില എന്നുള്ളത് കണ്ടെത്തണം കേട്ടോ. ഏത് ഫ്രൂട്ടിനാണ് മക്കളെ? ഡ്രാഗൺ ഫ്രൂട്ടിനാണ് അല്ലേ. എത്ര രൂപയുണ്ട്? 95 രൂപയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. റിജോ 1 കിലോഗ്രാം നേന്ത്രപ്പഴവും 1 കിലോഗ്രാം മുന്തിരിയും വാങ്ങി. ആകെ എത്ര രൂപയാകും? എത്ര രൂപയാകും മക്കളെ? നമ്മുടെ പ്രൈസ് ലിസ്റ്റ് നോക്കിക്കേ. പഴത്തിന് എത്ര രൂപയാണ്? ബനാന 60 റുപ്പീസ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ മുന്തിരിയുടെ വിലയും നമുക്കവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 64 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. 64 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ആകെ എത്ര രൂപയായിരിക്കും എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അത് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിൻ്റെയും തുക തമ്മിൽ കൂട്ടണം അല്ലേ. അതായത് 60 + 64 എന്ന് ചെയ്യണം അല്ലേ. 60 കൂട്ടണം 64. എത്രയാണ് ആൻസർ വരുന്നത്? 124 ആണല്ലേ. 124. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദിയയ്ക്ക് 1 കിലോഗ്രാം മാങ്ങയും 1 കിലോഗ്രാം പേരയ്ക്കയും വാങ്ങാൻ എത്ര രൂപ വേണം എന്നതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം നോക്കിക്കേ, പ്രൈസ് ലിസ്റ്റിൽ 1 കിലോ മാംഗോയ്ക്ക് എത്ര രൂപയാണ്? 48 റുപ്പീസാണ് അല്ലേ. 48 രൂപയാണ്. 1 കിലോഗ്രാം പേരയ്ക്കോ
എത്രയാണ്? നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ, ഗുവ 35 റുപ്പീസാണ് അല്ലേ. അപ്പോൾ രണ്ടിനും കൂടി ടോട്ടൽ എത്ര രൂപയായിരിക്കും? 83 റുപ്പീസ് അല്ലേ, 83 രൂപയായിട്ടുണ്ടായിരിക്കും. അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. മാങ്ങയും പേരക്കയും വാങ്ങിയ ശേഷം ദിയ കടക്കാരന് 100 രൂപ നൽകി. കടക്കാരൻ ബാക്കി എത്ര രൂപ ദിയയ്ക്ക് നൽകും? എത്ര രൂപയായിരിക്കും മക്കളെ? നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ, മാങ്ങയും പേരക്കയും കൂടി വാങ്ങാനായിട്ട് ദിയയ്ക്ക് 83 രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 100 രൂപ കൊടുത്താൽ കടക്കാരൻ എത്ര രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും മക്കളെ? എത്ര കൊടുത്തിട്ടുണ്ടായിരിക്കും? 17 രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ. ഓക്കെ മക്കളെ, ഇനി നിങ്ങളുടെ അടുത്ത പ്രവർത്തനം നോക്കൂ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. ഇനി എത്ര? റിജോയുടെ കയ്യിൽ ഒരു 50 രൂപ നോട്ടും 2 10 രൂപ നോട്ടും 2 1 രൂപ നാണയങ്ങളുമുണ്ട്. റിജോയുടെ കയ്യിൽ ആകെ എത്ര രൂപയുണ്ട്? എന്താണ് മക്കളെ നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞത്? ഒരു 50 രൂപ നോട്ടുണ്ട് അല്ലേ, അതുപോലെ 2 10 രൂപ നോട്ടും 2 1 രൂപ നാണയങ്ങളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര രൂപ ഉണ്ടായിരിക്കും എന്നതാണ്. എത്രയാണ് മക്കളെ? 72 രൂപയായിരിക്കും നമ്മുടെ റിജോയുടെ കൈവശം ഉണ്ടായിരിക്കുക അല്ലേ. ഇനി മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് കിട്ടിയ സംഖ്യയെ വിവിധ രീതിയിൽ എഴുതി നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 72നെ വിവിധ രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മക്കൾക്ക് അത് എഴുതാനായിട്ട് ദാ ഇവിടെ നോക്കിക്കേ, ഇത്തരത്തിൽ ഒരു കോളവും മക്കൾക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം 72നെ മക്കൾ എന്ത് ചെയ്യണം? വിവിധ രീതിയിൽ എഴുതണം. എങ്ങനെയൊക്കെ നമുക്ക് എഴുതാം? 72 എന്ന് പറഞ്ഞാൽ 7 10ഉം 2 1കളും ചേർന്നതാണ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? 72 ഒന്നുകൾ ചേർന്നാൽ നമുക്ക് എത്ര കിട്ടും? 72 കിട്ടും അല്ലേ. അതുപോലെ തന്നെ 100ൽ നിന്ന് 28 പോയാൽ നമുക്ക് എത്ര കിട്ടും? 72 കിട്ടും. പിന്നെ 30ലേക്ക് 42 കൂടി ചേർത്താൽ നമുക്ക് എത്ര കിട്ടും? 72 എന്ന് കിട്ടും അല്ലേ. അപ്പം ഇതേ രീതിയിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് 72നെ എഴുതാവുന്നതാണ് കേട്ടോ. ഇനി വേറെ മക്കൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, അതും നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനം കൂടി നോക്കാം അല്ലേ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആ കാര്യം കൂടി പറയാനായിട്ട് മറക്കരുതേ. അടുത്ത പ്രവർത്തനം നോക്കിക്കേ, സാങ്കല്പിക ഡയറി. ചിന്തനേലി കേശൻ രാജാവിൻ്റെ പൂന്തോട്ടത്തിലെത്തിയതും സുഗന്ധമുള്ള ചെടി കണ്ടതും അത് കൈക്കലാക്കി തിരിച്ചു വന്നതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ആ ദിവസത്തെ അനുഭവങ്ങൾ ചേർത്ത് ചിന്തനേലിയായി സങ്കല്പിച്ച് ഡയറി എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചിന്തനെ എല്ലാ കൂട്ടുകാർക്കും ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ ചിന്തൻ എവിടെ പോയിട്ടുണ്ടായിരുന്നു? നമ്മുടെ കേശൻ രാജാവിൻ്റെ തോട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവൻ എന്ത് കണ്ടു? നല്ല സുഗന്ധമുള്ള ഒരു ചെടി അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അതെന്ത് ചെയ്തു? അവരെല്ലാം കൂടി അടിപിടി കൂടിയിട്ട് ആ ഒരു ചെടി കൈക്കലാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചിന്തനേലി അന്നേ ദിവസം എഴുതിയിട്ടുള്ള ഡയറിയാണ് മക്കളടുത്ത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം എന്ത് ചെയ്യുക, കൂട്ടുകാർ ആ ഒരു ഡയറി ഒരു പുസ്തകത്തിൽ എഴുതി നോക്കുക കേട്ടോ. നമ്മുടെ അന്ന് നടന്നിട്ടുണ്ടായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ചിന്തനേലിയെ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡയറി ഒന്ന് എഴുതി നോക്കണേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് കൂട്ടുകാർക്ക് ഇൻ്റഗ്രേഷൻ ഡേ 3 ഉദ്ഗ്രഥനം 3-ാം ദിവസത്തിലെ പരീക്ഷാ ചോദ്യങ്ങളും ഉത്തരങ്ങളും. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാവുക. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. കൂട്ടുകാർക്ക് മലയാളത്തിൽ നിന്നും ഗണിതത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നൊക്കെ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിലെ ടീച്ചർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും വീഡിയോസൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.